നിങ്ങൾക്ക് അറിയുന്ന വെച്ച് പറയും നോക്കട്ടെ ശരിയാണോ നോക്കട്ടെ. ഓരോന്നും അതിന്റെ കൂടെ ചെയ്യാൻ വേണം. സീറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാതെ ഇറക്കായിട്ട് അങ്ങോട്ട് പോയി മോളോട് വലിച്ച് കാല് അവിടെ വെക്കരുത്. കാല് സപ്പോർട്ട് ചെയ്യും എന്നിട്ട് വലിച്ച് വലിച്ചു അതെ അങ്ങനെ വലിച്ചു കൊടുക്കണം കേട്ടോ. നല്ല ഇതാക്കണം. എന്നാലേക്ക് പ്രഷർ കൊടുക്കണം. എന്നാലേ കിട്ടുള്ളൂ കേട്ടോ. ഇന്നിപ്പോ സീറ്റ് മുട്ട് പോയാൽ തട്ടാൻ പറ്റുമോ? ഇല്ല. നമുക്ക് മുട്ട് തട്ടുണ്ടോക്കി ഇല്ലല്ലോ. ഓക്കെ. അപ്പൊ എന്തായി സീറ്റ് റെഡി ആയില്ലേ? അപ്പൊ അടുത്ത് എന്താ സീറ്റ് റെഡി ആക്കി എന്തിനാ ഇനി? അപ്പൊ ചവിട്ടുന്നാല് ഏതാ ചവിട്ടാ? ബ്രേക്ക് ചവിട്ട് ടൈറ്റ് ആക്ക്. ഓക്കെ. അടുത്തത് എന്താ? ക്ലച്ച് എങ്ങനെ ചവിട്ടാ? ടൈറ്റ് ആയിട്ട് ചവിട്ടാ അല്ലേ? ഇത് ബ്രേക്കോ ടൈറ്റ് ആയി പിടിച്ചില്ലേ? ഓക്കെ. അടുത്തത് എന്താ ചെയ്യാ? സീറ്റ് ബെൽറ്റ്. ഓക്കെ. എന്നാ സീറ്റ് ബെൽറ്റ് ഇട്ടേ. സീറ്റ് ബെൽറ്റ് എന്നത് പ്രസ് ചെയ്യട്ടോ. ഓക്കെ. സീറ്റ് ബെൽറ്റ് ഇട്ടല്ലേ? അടുത്ത് എന്താ ചെയ്യാ? സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താക്കണം? ഇപ്പൊ സേഫ് ആയില്ലേ? അപ്പൊ ആലോചിച്ച് നോക്കി. സീറ്റ് ആദ്യം റെഡിയാക്കി. അപ്പോൾ സീറ്റ് റെഡിയാക്കി നല്ല സ്മൂത്ത് ആയിട്ട് ഓട്ടാൻ വേണ്ടിയിട്ട് ക്ലച്ചും ബ്രേക്കും നല്ലോണം ചവിട്ടി പിടിച്ചില്ലേ? ചവിട്ടി പിടിച്ച് കഴിഞ്ഞാൽ അപ്പൊ എന്താക്കാം? സേഫ് ആയിരിക്കാൻ വേണ്ടിയിട്ട് സേഫ്റ്റിക്ക് സീറ്റ് ബെൽറ്റ് ഇട്ട്. അടുത്ത് എന്ത് ചെയ്യും? സ്റ്റാർട്ടാക്കാൻ പാടുമോ? സ്റ്റാർട്ടാക്കണം. ന്യൂട്രാക്കണം. അപ്പൊ എന്താക്കണം? ഗിയർ ഒന്ന് ചെക്ക് ചെയ്യാം അല്ലേ? ന്യൂട്രൽ പോയിന്റ് എവിടെ ഞാൻ പറഞ്ഞത്? ഇടയ്ക്ക് സെന്റർ പോയിന്റ്. അപ്പൊ എന്താന്ന് മാറ്റി നോക്കട്ടെ. ഇങ്ങനെ മാറ്റാം. ഓക്കെ. ഇപ്പൊ ന്യൂട്രായി അല്ലേ? അപ്പൊ എന്താക്കണം? ഇനി അടുത്ത് എന്താക്കണം? കീ തിരിച്ചു ചേട്ടാ. എങ്ങനെ ഒറ്റ തിരിക്കാൻ പറ്റുമോ? 3 സ്റ്റെപ്പിൽ അല്ലേ? മെല്ലെ ഓണാക്കി നോക്കട്ടെ. ഓണായി അല്ലേ? ഓണായി. ഇൻഡിക്കേഷൻ വന്നാണ്ടോ ഒരുപാട്? ഓക്കെ. അപ്പൊ ഓണായി. ഇനി എന്താക്കണം? ഹാൻഡ് ബ്രേക്ക് താത്താണോ ചെയ്യുക? സ്റ്റാർട്ട് ചെയ്യാണോ ചെയ്യുക? അപ്പൊ ഓണായിട്ടല്ലേ ഉള്ളൂ. സ്റ്റാർട്ടാക്കണം. സ്റ്റാർട്ടാക്കിയിട്ട് ഹാൻഡ് ബ്രേക്ക് ആക്കണം കേട്ടോ. സ്റ്റാർട്ടാക്കിയാലേ എന്താ ഉള്ളൂ നമ്മളെ കാലിന്റെ ഒക്കെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുള്ളൂ. നമ്മളൊന്ന് സ്റ്റാർട്ടാക്കി നോക്കട്ടെ. സ്റ്റാർട്ടായി അല്ലേ? ഓക്കെ. അപ്പൊ എന്താ ഇന്നിപ്പോ കൺട്രോൾ മൊത്തം എന്റെ കയ്യിലും ഉള്ളൂ കാലിലും ഉള്ളു ഒക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പൊ ഇതിന്റെ അടുത്ത് എന്താ ചെയ്യാ? ഹാൻഡ് ബ്രേക്ക് റിലീസ് ആക്കുക. അതിനെ റിലീസ് ആക്കുക. മോളോട് വലിച്ചോണ്ട് പ്രസ് ചെയ്യാം കേട്ടോ. ഓക്കെ. റിലീസ് ആയില്ലേ? അതിന് ഇൻഡിക്കേഷൻ പോയോ നോക്ക്. മിററിനുള്ളിൽ റെഡ് ലൈറ്റ് പോയില്ലേ? ഓക്കെ. സിഗ്നൽ പോയില്ലേ? നോക്ക്. ഇനി അടുത്ത് എന്താ ചെയ്യാ? മിറർ നോക്കുന്നതിന് പിന്നെ സിഗ്നൽ കൊടുക്കണ്ടേ? മിറർ നോക്കിയാൽ പിന്നെ നമ്മൾ വണ്ടി എടുക്കാനായി അല്ലേ? അപ്പൊ ഇൻഡിക്കേറ്റർ കൊടുക്കാം. വലത്തോട്ട് താഴെ കേട്ടോ. കത്തിക്കും. അതാണ്. അടുത്ത് എന്ത് ചെയ്യും? മിററിൽ നോക്കാം. മിറർ നോക്കിയാൽ വണ്ടി പോവോ? ഇല്ല. ഏത് ഗിയറിൽ മാറ്റണം? ഫസ്റ്റ് ഗിയറിൽ മാറ്റണം. നമുക്ക് അതാണ് ഫസ്റ്റ് ഗിയർ മാറ്റാൻ പറഞ്ഞു. ന്യൂട്രലാക്കി വെച്ചാൽ വണ്ടി പോകില്ല കേട്ടോ. ഫസ്റ്റ് ഗിയർ മാറ്റാം. റെഡിയാ. അപ്പൊ ഇനി എന്ത് ചെയ്യണം? മിറർ നോക്കണം അല്ലേ? മിറർ നോക്കിയിട്ട് വണ്ടി എടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് വണ്ടി എടുക്കുന്നതിന് മുന്നേ എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ 7 സ്റ്റെപ്പ് എന്നല്ലേ പറഞ്ഞേ? 7 സ്റ്റെപ്പ് അല്ല ഉള്ളേ. അല്ല. ന്യൂട്രാക്കി ഞാൻ പറയാം. ഇപ്പൊ എടുക്കുന്ന മനസ്സിലായില്ല എങ്ങനെയാന്ന്? ഇൻഡിക്കേറ്റർ ഓഫ് മുകളിലേക്ക്. ഓക്കെ. ഹാൻഡ് ബ്രേക്ക് വലിച്ചേക്ക്. നെക്ക് വലിക്കാൻ പാടില്ല കേട്ടോ. നെക്കാണ്ട് വെച്ച് റിലീസാക്കിയിട്ട് ഓക്കെ. ടൈറ്റ് സൗണ്ട് വേണം കേട്ടോ. നീ ക്ലച്ചിന്ന് കാലെടുക്ക്. ബ്രേക്കിന്ന് കാലെടുക്ക്. ഓക്കെ. ആദ്യ സ്റ്റെപ്പ് എന്താ ചെയ്യാ? ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താക്കണം? സീറ്റ് അറേഞ്ച് ചെയ്യണം അല്ലെ? കറക്റ്റാക്കി ഹൈറ്റ് അനുസരിച്ച് അറേഞ്ച്. 1. രണ്ടാമത്തെ ബ്രേക്കും ക്ലച്ചും ചവിട്ടി പിടിക്കാം. രണ്ടാമത്തെ. മൂന്നാമത്തെ സീറ്റ് ബെൽറ്റ്. നാലാമത്തെ എന്താ ചെയ്യാ? നാലാമത്തെ ഇപ്പൊ കണക്ട് ചെയ്ത് ന്യൂട്രാക്കണം. ഇപ്പൊ സേഫ് ആയിരുന്നു കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യണ്ടേ? എന്നാലും വണ്ടി പോവോ? ഇല്ല. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ന്യൂട്രാക്കണം. ന്യൂട്രാക്കി അല്ലേ? ന്യൂട്രാക്കി. അടുത്ത് എന്ത് ചെയ്യണം? ചാവി 3 സ്റ്റെപ്പായിട്ട് സ്റ്റാർട്ടാക്കണം. അപ്പൊ വണ്ടി സ്റ്റാർട്ടായി കേട്ടോ. അപ്പൊ അതവിടെ കഴിഞ്ഞ് സ്റ്റാർട്ടായില്ല. ഇനി അടുത്ത് എന്ത് ചെയ്യും? പോണെങ്കിൽ ഹാൻഡ് ബ്രേക്ക്. ഹാൻഡ് ബ്രേക്ക് ആദ്യം ഫസ്റ്റ് ഗിയർ ഇടണം. ഹാൻഡ് ബ്രേക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് അതിന് ചെയ്തായിട്ടോ. അപ്പൊ അതിന്റെ മുന്നേ ഫസ്റ്റ് ഗിയർ ഇട്ട്. അപ്പൊ എത്ര 6 ആയില്ലേ? 7ാമത്തെ ഹാൻഡ് ബ്രേക്ക് താത്തി. 8ാമത്തെ ഇൻഡിക്കേറ്റർ. 9ാമത്തെ മിററിൽ നോക്കാം. വണ്ടി വരുന്നുണ്ടാവും അല്ലേ? അപ്പൊ 9 എണ്ണായി. അപ്പൊ അതോടുകൂടിയൊക്കെ വണ്ടി എടുക്കുക. ലാസ്റ്റ് സ്റ്റെപ്പ് വണ്ടി എടുക്കുക. വണ്ടി എടുക്കാൻ എന്തൊക്കെ ചോട്ടി പിടിച്ച് ചെയ്യും? ബ്രേക്കും ക്ലച്ചും. അപ്പൊ ബ്രേക്ക് വിട്ടാൽ വണ്ടി തീരെ പോകില്ല. ക്ലച്ച് വിട്ടാൽ വണ്ടി പോകും. ഫസ്റ്റ് ഗിയർ ഇട്ടാൽ എഞ്ചിൻ വർക്ക് ചെയ്യാൻ തുടങ്ങും. ക്ലച്ച് വിടുമ്പോൾ അല്ലെ? ഞാൻ കണ്ടില്ലേ? ക്ലച്ച് വിട്ട വണ്ടി നല്ല സ്പീഡ് കൂടിയാണ്. അപ്പൊ ക്ലച്ച് വിട്ടാൽ വണ്ടി പോകും. ബ്രേക്ക് വിട്ടാൽ വണ്ടി പോകില്ല. അപ്പൊ ആദ്യം എന്ത് കൊണ്ടുവരും? ബ്രേക്ക് വിടണം. പിന്നെ ക്ലച്ച് മെല്ലെ കാലെടുക്കാം. അപ്പൊ എന്തായി? വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ. അപ്പൊ 10 സ്റ്റെപ്പിൽ മനസ്സിലായില്ലേ? അപ്പൊ ഒന്ന് പറയാ കേട്ടെ. സീറ്റ് റെഡിയാക്കാം. സീറ്റ് ബെൽറ്റ് ഇടണം. ന്യൂട്രാക്കണം. 3 സ്റ്റെപ്പായി തിരിച്ചാട്ടാക്കാം കേട്ടോ. ആദ്യം സ്റ്റെപ്പ് ഓൺ ആക്കണം. അങ്ങനെ 3 പ്രാവശ്യം ഓൺ ആക്കാം. ഓക്കെ. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓണാക്കി ഫസ്റ്റ് ഗിയർ ചെയ്യാം. ഓക്കെ. ഇൻഡിക്കേറ്റർ കൊടുക്കുക.
ബ്രേക്കും വെച്ചിട്ട് നല്ല പതുക്കെ വണ്ടി എടുക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ. നല്ല നോക്ക് മിററിന്റെ അതേ നോക്ക് വണ്ടി വെച്ചിട്ടുണ്ടാവുന്ന ഉണ്ടോ? എടുക്കാൻ പറ്റുമോ? അന്നാ ക്ലച്ച് അടിച്ചോട്ട് ബ്രേക്ക് നല്ല പ്രസ് ചെയ്തോട്ട് പോയിക്കോട്ടെ. തിരക്കാക്കി എടുക്കരുത് കേട്ടോ. വണ്ടി കറക്റ്റ് നോക്കിയതിന് മാത്രം എടുക്കാം. നമ്മൾ അടുത്ത് വണ്ടി ഉണ്ടെങ്കിൽ എന്താക്കാൻ പാടില്ല, പെട്ടെന്ന് തിരക്ക് പിടിച്ചെടുക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചുകൊണ്ട് എടുക്കും കേട്ടോ. കഴിഞ്ഞാൽ എടുക്കാം. ക്ലച്ച് പതുക്കെ റിലീസ് ആയിക്കോളൂ. റോഡിലേക്ക് പതുക്കെ ഒടുക്കി. നല്ലോണം റോഡ് ശ്രദ്ധിക്കണം കേട്ടോ. തിരക്കാക്കിയിട്ട് ഒരിക്കലും പോകാൻ പാടില്ല കേട്ടോ. നമുക്ക് റോഡിന്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നടുവ് പോകാൻ പറ്റുമോ? ആ, ഇടതുവശം ചേർന്ന് ഓട്ടണ്ടേ? ഓക്കെ, അടുപ്പിക്കുന്നല്ല ഇടതുവശത്തേക്ക് അടുപ്പിക്കൊന്നും അടുപ്പിച്ചോ. ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യും. ഇൻഡിക്കേറ്റർ അങ്ങനെ കത്തി തരാൻ പാടില്ല. മതി. ഇനി ചെറിയ നേരാക്കി പിടിക്കുക. ഓക്കെ, ഇനി പതുക്കെ ആക്ഷൻ കൊടുക്കുക. ഒരുപാട് ആക്ഷൻ കൊടുത്ത് പോകാൻ പറ്റുമോ? ഇല്ല. സെക്കൻഡ് ലൈൻ മാറ്റുന്ന സ്പീഡിൽ മാത്രം കൊടുക്കുക അല്ലേ? നമുക്ക് മാത്രം കൊടുക്കുക, ഒരുപാട് കൊടുക്കാതെ സെക്കൻഡ് ലൈൻ മാറ്റണം. അപ്പൊ അതിനനുസരിച്ച് സ്പീഡ് എത്രയാ പറഞ്ഞാൽ 20 കേട്ടോ. ക്ലച്ച് ഔട്ട് മാറ്റി കൊടുക്കുക. ക്ലച്ച് ഔട്ട് അടുപ്പി അങ്ങനെ വയ്ക്കരുത്. അടുപ്പിച്ചിട്ട് ക്ലച്ച് വിട്. ഗിയർ മാറ്റുമ്പോ ഏത് ഭാഗത്തേക്ക് അടുപ്പിച്ച് പിടിക്കുക? ഫസ്റ്റ് സെക്കൻഡിലേക്ക് അടുത്ത വശം അടുപ്പിച്ച് പിടിക്കാണ്ട. ഈ അടുപ്പിച്ച് പിടിച്ചിനപ്പോ ഇല്ല, വെറുതെ വലിച്ചാലേ. വെറുതെ വലിച്ചാൽ ഏത് ഗിയറിലേ മാറ്റും നമുക്ക് തന്നെ അറിയാം. ഏത് ഗിയറിലേ മാറിയാൽ മനസ്സിലായി. ന്യൂട്രൽ ഫോർത്തിലേ പോയി. അപ്പൊ എന്താക്കരുത്, ഇങ്ങനെ അറിയാതെ പിടിച്ചു പിടിക്കരുത് കേട്ടോ. അടുപ്പിച്ച് പിടിക്കുക, എന്നിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, എന്നാ പോവാ. ആക്സൽ കൊടുക്കുക. മുന്നോട്ട് നല്ലോണം ശ്രദ്ധിക്കാം കേട്ടോ. അടുത്ത വശം നോക്കി ഒരുപാട് ഓട്ടോറിക്ഷ നിർത്തിയിട്ടുണ്ടല്ലേ. അപ്പൊ എന്താക്കാൻ പാടില്ല, അതിനെ അടുപ്പിച്ച് പോകാൻ പാടില്ല. ഒരാൾക്ക് നടക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇതാക്കിയിട്ട് ഗ്യാപ്പ് ഇട്ട് കൊടുട്ടോ. ഒരുപാട് ഇതാക്കാൻ പാടില്ല. അപ്പുറത്തെ ലൈൻ ക്രോസ് ചെയ്ത് പോകാനും പാടില്ല കേട്ടോ. കോട്ടയം കൊടുത്തോ. സ്പീഡായി പതിന്റെ സ്പീഡ്. അടുത്ത സ്പീഡ് എത്ര? 20-30 അല്ലേ? നോക്ക്. തീർ പിടിക്കരുത്. ആക്സിലേറ്റർ ഒഴിവാക്ക്. ക്ലച്ചടി വരെ ചവിട്ട്. തേർഡ് ഗിയറിൽ ബലം പിടിക്കാനുള്ള മാറ്റം കേട്ടോ. ഫ്രീ ആ കൈ മാക്സിമം ഫ്രീ ആക്കിയിട്ട് മുന്നോട്ട് പതുക്കെ മുന്നോട്ട്. സെക്കൻഡ് അപ്പുറത്ത് ഫ്രീ ആക്കിയിട്ട് ബലം പിടിക്കരുത്. തേർഡ് ഇവിടെ തൊട്ടിക്ക് നല്ല ഫ്രീ ആക്കി മാറ്റി. മെല്ലെ ഗിയർ മാറ്റി, തേർഡിലെ മാറ്റി ഫ്രീ ആക്കിയിട്ട് പതുക്കെ മുന്നോട്ട് പതുക്കെ ക്ലച്ച് വിട്ടോ. ആക്സിലേറ്റർ കൊടുക്കുക. കൊടുത്തോ. അവിടെ ഓവർ സ്പീഡ് പോകാൻ പാടില്ല കേട്ടോ. പതുക്കെ ഗിയർ മാറ്റുമ്പോൾ നല്ലോണം ഗിയർ ശ്രദ്ധിക്കാം കേട്ടോ. ഏത് ഗിയറിലാണ് ഇപ്പൊ ഫസ്റ്റ് ടൈം ഒക്കെ എന്താക്കുക മനസ്സിലാവില്ല. ഏത് ഗിയറിലാണല്ലോ എങ്ങോട്ടാ മാറ്റുന്നൊന്നും മനസ്സിലാവില്ല. അപ്പൊ എന്താക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ട് എന്താക്കണം, മൈൻഡിലായി കയറ്റി വെക്കണം. എന്നാൽ മാത്രമേ എന്താക്കാൻ പാടുള്ളൂ. എന്നിട്ട് പിന്നെ സ്പീഡാക്കി ചേഞ്ച് ചെയ്യാൻ കഴിയുള്ളൂ. അതേമാതിരി വണ്ടി ഓടിക്കുമ്പോൾ എന്താക്കരുത്, ടെൻഷനാണ്. മുന്നേ വണ്ടിയെ കാണുമ്പോൾ എന്താകരുത്, ടെൻഷനായി പോകരുത്. ടെൻഷനാകുമ്പോൾ ഫുൾ ബ്ലാങ്ക് ആയി പോകും. പിന്നെ ക്ലിയർ ആവില്ല കേട്ടോ. അപ്പൊ എന്താക്കണം, ഗിയർ മാറ്റി ചെയ്യുമ്പോൾ ഗിയർ മാത്രം എന്താ ക്ലച്ച് ഔട്ട്, ആക്സിലേറ്റർ ഒഴിവാക്കുക, ക്ലച്ച് അടിച്ച് ഔട്ടുക. അതിനുശേഷം എന്താക്കുക, ഗിയർ പിടിച്ചിട്ട് ഏത് ഗിയറിലെ മാറ്റി വെച്ചാൽ ആ ഗിയറിലെ മാറ്റി കൊടുക്കുക. മനസ്സിലായില്ല? ഫസ്റ്റ് സെക്കൻഡ് ആണ് ഏത് ഭാഗത്താ? ഇടത് വശം ചേർന്ന് അല്ലേ? അപ്പൊ എന്താക്കണം, ഇടത് വശത്തെ അടുപ്പിച്ച് പിടിച്ചിട്ട് മാറ്റി കൊടുക്കുക. തേർഡ് ഫോർത്ത് ആണെങ്കിലോ നടുവില് ന്യൂട്രൽ പോയിന്റിന്റെ മുന്നിലും ബാക്കിലും അല്ലേ? അപ്പൊ ന്യൂട്രൽ പോയിന്റ് പിടിച്ച് മസിൽ പിടിച്ച് മാറ്റാൻ പറ്റുമോ? ഇല്ല. മെല്ലെ കൈ മാക്സിമം ഫ്രീ ആക്കിയിട്ട് വേണം മാറ്റാം കേട്ടോ. കുറച്ച് ആക്സിലേറ്റർ കൊടുക്കുന്നാല് പതി കൊടുക്കാതെ അങ്ങനെ പോകട്ടോ. നമുക്ക് വളവ് വേണ്ട ഈ വലത്തോട്ട്. അപ്പൊ വലത്തോട്ട് പതുക്കെ ഒടിച്ചു കൊടുക്കുക. ഒടിച്ചു ഒന്ന് ഒടിച്ചോ. അതാണ് ഇപ്പൊ ലോറി വരുന്നുണ്ട്. അവിടെ നിന്ന് ശ്രദ്ധിക്കരുത് കേട്ടോ. ഇടത് വശം അടുപ്പിച്ച് കൊടുക്കും. കുറച്ച് അതാണ്. ഈ വലത്തോട്ട് തന്നെ ആക്കി, വലത്തോട്ട് ആക്കി, വലത്തോട്ട് ആക്കി. ഇവിടെ സൈഡാക്കി നിർത്താൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇൻഡിക്കേറ്റർ കൊടുക്കില്ല. അതാണ് ഇൻഡിക്കേറ്റർ കൊടുക്കുക ആദ്യം. അപ്പൊ സിഗ്നലായി മോഡ് സിഗ്നലായി അല്ലേ? വണ്ടിക്കാർക്കാരെ ഈ സൈഡാക്കാൻ പോവാന്നല്ലേ? അപ്പൊ പിന്നെ എന്താ ഇങ്ങനെ പോയി തിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ബ്രേക്ക് മെല്ലെ ചവിട്ടി കൊടുക്കുന്നാല് കുറച്ച് സ്ലോ ആക്കുന്ന അല്ലേ? സ്ലോ ആയില്ലേ? അപ്പൊ അടുത്ത് എന്ത് വേണം? ക്ലച്ച് ഓട്ടണം. വണ്ടി ഫ്രീ ആവണം കേട്ടോ. ക്ലച്ച് അടി ചവിട്ട്, ഫുൾ ചവിട്ട്, പെട്ടെന്ന് ചവിട്ട്. അതെ. ഇനി എങ്ങോട്ട് അടുപ്പിക്കുക? ഇൻഡിക്കേറ്റർ കൊടുത്ത ഭാഗത്തേക്ക് അല്ലേ? അടുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റുമോ? വലത്തോട്ടാക്കി നേരെയാക്കണം. മുന്നോട്ട് നോക്ക്. നേരെയാ നോക്ക്. എന്റെ വണ്ടി നേരായി അല്ലേ? അപ്പം മെല്ലെ ബ്രേക്ക് പ്രസ് ചെയ്ത് കൊടുത്ത് പതുക്കെ പ്രതി. ഓക്കെ. അപ്പൊ എന്താക്കുക? സ്റ്റോപ്പ് ആക്കി അല്ലേ? കറക്റ്റാക്കി നിർത്താൻ പറ്റും. ഓക്കെ. ഇനി എടുക്കും. കുറച്ച് വീട്ടെടുത്തോ. എടുക്കാൻ പാടില്ല കേട്ടോ. മെല്ലെ തിരക്കാക്കാൻ എടുക്കുന്നാല് ബ്രേക്ക് വിട്. കഴിഞ്ഞോ? ഒന്ന് ബ്രേക്ക് ആക്കി വിട്. മെല്ലെ കാലെടുക്കാതെ മെല്ലെ റോഡിൽ ഓടിച്ചോ. മതി. മെല്ലെ ഒരുപാട് സ്പീഡാക്കരുത് കേട്ടോ. ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യും. റോഡിൽ കയറി കഴിഞ്ഞാൽ ഞാൻ അടുത്ത വശം അടുപ്പിച്ച് പോട്ടെ. ഓക്കെ. അങ്ങനെ പോകട്ടോ. സ്റ്റെയറിംഗ് നേരെയാക്ക്. നോക്കി 20 നോക്കി സ്പീഡ്. ഗിയർ പിടിക്കരുത്. ആക്സിലേറ്റർ ഒഴിവാക്ക്. ക്ലച്ച് ഫുൾ അടി വരെ ചോട്ട്. ആക്സിലേറ്റർ ക്ലച്ച് ഫുൾ അടി വരെ ചോട്ട്. സെക്കൻഡ് അടുപ്പിച്ചുകൊണ്ട് മാറ്റി കൊടുക്കും. മതി. ക്ലച്ച് വിട്ടോ. ഓക്കെ. ഇനി മെല്ലെ ആക്സിലേറ്റർ കൊടുക്കുക. ഒരുപാട് ബലം പിടിച്ച് മാറ്റരുത് കേട്ടോ. ഗിയർ ഫ്രീ ആക്കി മാറ്റണം. കൈ അടുത്ത വശത്തെ അടുപ്പിച്ച് പിടിക്കാൻ മെല്ലെ ബാങ്കോട്ട് വയ്ക്കാം കേട്ടോ. കുറച്ച് വലത്തോടായി പിടിച്ച് അത്ര വീടാക്കി പോലെ കേട്ടോ. നമുക്ക് വണ്ടി എടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ആക്സിലേറ്റർ കുറച്ച് എടുക്കും. പോലെ തന്നെ നോക്കിക്കല്ലേ. ഓക്കെ. ഒരു പോയില്ല. ഇനി കുറച്ച് വലത്തോട്ടാക്കി മതി.
ക്ലച്ച് അടി വരെ ചവിട്ടി പിടി തേട് ബലം പിടിക്കരുത് കേട്ടോ ക്ലച്ച് വിട്ടാം അക്ഷരം കൊടുത്ത പതുക്കെ ശ്രദ്ധിച്ചു പോട്ടാം അടുത്ത വർഷം ചെറുതേ പോകണ്ട നേരെയാക്കും ചെറിയ നേരെയൊക്കെ അധികം പിടിക്കില്ല പുറത്തിറങ്ങി പോകാം വൈറ്റ് വരെ വൈറ്റ് കഴിഞ്ഞപ്പുറത്ത് പോകാൻ പാടില്ല കറക്റ്റായി നോക്കിയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം മെല്ലെ റൈറ്റിലേക്ക് മെല്ലെ ഇട്ടോട്ട് പതുക്കെ റൈറ്റിലേക്ക് കുറച്ച് അടുത്തോട്ടായി കൊണ്ടുപോകാം അന്നോട് പോലെ സൈഡാക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യാതെ ഇന്ത്യക്ക് പെട്ടെന്ന് സൈഡാക്കി നിർത്ത് ഓക്കെ എന്താണ് ബ്രേക്കില്ല ഫുള്ള് ചവിട്ടരുത് അല്ല ക്ലച്ചടി ചവിട്ട് വണ്ടി ഫ്രീ ആക്കി അടുപ്പിച്ച് കൊടുക്കും ഇങ്ങോട്ട് പതുക്കെ അടുപ്പിച്ച് നേരെയാക്കി നിർത്ത് വലത്തോട്ടാക്കി ഒന്നര വലത്തോട്ടാക്കി